കാരണം തിര കഴിഞ്ഞിട്ട് എനിക്കൊരിക്കലും ഞാൻ ചെയ്യേണ്ട സിനിമ എല്ലാം അങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിരാമായണം. അതെ അതെ. എനിക്ക് കുറച്ചൊരു കരിയർ പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ മേ ബി ഒരു കൂട്ടക്കളി അല്ലെങ്കിൽ അത് നായകനായിട്ട് വലിയൊരു സിനിമ ചെയ്യാൻ ഞാൻ ചിന്തിക്കുള്ളൂ നടൻ എന്ന രീതിയിൽ. പക്ഷെ അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു നടനാവണം അല്ലെങ്കിൽ ഒരു വലിയ മെയിൻ സ്ട്രീം മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടനാവണം എന്നുള്ളൊരു ചിന്ത അന്നും എനിക്കില്ലായിരുന്നു, ഇന്നും എനിക്കില്ല. അങ്ങനെ സെലക്ഷൻ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോകുന്നില്ല. കാരണം ഞാൻ സംവിധായകനാവണം എന്ന് ആഗ്രഹിച്ചു വന്ന ആളാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. ഇന്നും ഞാൻ സംവിധായകനാവണം, അല്ലെങ്കിൽ ഇനി അടുത്ത ഈ പറഞ്ഞ പ്രോസസ്സ് ഒന്ന് അവസാനിപ്പിച്ചിട്ട് അടുത്ത സംവിധാനത്തിലോട്ട് കടക്കണമെന്നും അഭിനയം കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കാൻ എന്നുള്ളതാണ് എന്റെ ഫ്യൂച്ചറിലെ തീരുമാനം. അല്ല, സിനിമകൾ വേണ്ട എന്ന് അല്ല, അഭിനയം അതിന്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ലേ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഞാനിപ്പോ ആലോചിക്കുന്ന സിനിമകളൊക്കെ വലിയ സിനിമകളാണ് സംവിധാനം ചെയ്യാൻ. അപ്പൊ വലിയ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പോ 2 വർഷം എടുത്തു ലവ് ആക്ഷൻ തന്നെ തീരാൻ. അപ്പൊ 100 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. അപ്പൊ 100 ദിവസത്തോളം ഷൂട്ട് ചെയ്ത് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ നമ്മളൊരു 1.5-2 വർഷം പോയി കിട്ടും. പിന്നെയും നമ്മൾ തിരിച്ച് അഭിനയത്തിലോട്ട് വന്ന് നമ്മളൊന്നുകിലും കരിയർ കാരണം നമ്മൾ ലീഡ് റോൾസ് ആണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന് ഓക്കെയാ, അവർക്ക് എപ്പോ വേണമെങ്കിലും ഒന്നും ചെയ്യാം. പക്ഷെ ലീഡ് റോൾ ചെയ്യുന്നുണ്ട്, നായകനായിട്ടാണ് ഞാനിപ്പോ കൂടുതൽ സിനിമകളിൽ അഭിനയിക്കുന്നത്. അപ്പൊ പാരലായിട്ട് രണ്ടും കൊണ്ടുപോകാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.